നമ്മുടെ വണ്ടി ഇതേ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പജേറോട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സോ നമുക്ക് കാണിച്ചു തരാം. ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഒരു പജേറോ RC നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഈ ഒരു RC എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. സോ അതിങ്ങനെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ആയിരുന്നുള്ളത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ജിമ്മിയുടെ വീഡിയോസ് ഒക്കെ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് ഒരു 5K ലൈക്ക് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പജേറോ RC വാങ്ങുന്നുള്ളത്. സോ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു 5K ലൈക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റിൽ വരണം അടുത്തൊരു RC കാർ ഞാൻ കിട്ടുവാണെങ്കിൽ വാങ്ങിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ബിൽഡ് ചെയ്തെടുത്ത നമ്മുടെ RC കാർ എന്ന് പറയുന്നത്. സോ അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ പജേറോ എടുത്തിട്ട് വരാം. സോ വെയിറ്റ് ചെയ്തോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പജേറോ എന്ന് പറയുന്നത്. മോനെ സീൻ ഐറ്റം. പക്ഷേ ഇത് വന്നപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വന്നത്. സോ ഇത് നമ്മൾ ബിൽഡ് ചെയ്തെടുത്തതാണ്. നമ്മുടെ ബിൽഡ് ചെയ്യാൻ എടുത്താൻ സഹായിച്ചത് ഒരു പുള്ളിക്കാരനുണ്ട്. സോ ആരാന്നും എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം വഴിയേ. സോ ഇതെങ്ങനെ ഈ ഒരു പരുവത്തിലായെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് പോയി കണ്ടിട്ട് വരും. സോ ഇതിൻ്റെ കൂടെ നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ റിമോട്ട് കൺട്രോളോ മോട്ടോഴ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ബിൽഡ് ചെയ്തെടുത്തതാണ്. സോ ഇതെങ്ങനെ ഇങ്ങനെയായിരുന്നു നിങ്ങൾ കണ്ടിട്ട് പോവാ ഗായ്സ്. അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ പജേറോ ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയുള്ള അവസ്ഥ അതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പജേറോന്റെ കിറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെയാണ് നമുക്ക് പജേറോ ഫസ്റ്റ് വന്നത്. അപ്പോൾ ഇത് ഒരാൾക്ക് കൊടുത്തിട്ട് ഇത് ഫുള്ള് സെറ്റ് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ പേരും കാര്യങ്ങളും ഞാൻ വൈകാട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ്. സോ പുള്ളിയുടെ അടുത്ത് ഞാൻ കൊടുക്കാൻ പോവാണ്. സോ ഇതിൻ്റെ യൂസർ മാനുവൽ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഫുള്ള് പാർട്സ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇത് അസംബിൾ ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. പിന്നെ അത് മാത്രമല്ല ഇതൊരു RC കാർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് RC കാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്തു. പക്ഷേ എനിക്കിതിൽ നമ്മുടെ റിമോട്ട് കൺട്രോളോ കാര്യങ്ങളൊന്നും വന്നില്ല. ജസ്റ്റ് കിറ്റ് മാത്രമാണ്. കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു കിറ്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ആക്സസറീസും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ മറ്റേ റിമോട്ട് കൺട്രോൾ ആക്കാനുള്ള പരിപാടിയൊന്നും ഇല്ല. കണ്ടില്ലേ, ഇതുപോലത്തെ ബോഡിയും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. സോ ഇത് ഫുള്ളും നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് കൊടുത്ത് സെറ്റാക്കാൻ പോവാണ്. പുള്ളിനെ ഞാൻ കാണിച്ചു തരുന്നെങ്കിൽ പുള്ളി അത്യാവശ്യം ഫേമസ് ആണ്. ഈ നമ്മുടെ RC ലോകത്ത് ഭയങ്കര ഫേമസ് ആയ പുള്ളിയാണ്. സോ പുള്ളിയുടെ അടുത്ത് ഞാൻ കൊടുക്കാൻ പോകുന്നത് അസംബിൾ ചെയ്യാനായിട്ട്. സോ ഗായ്സ്, അപ്പോൾ നമ്മളിത് കൊടുക്കാൻ പോവാണ്. നമ്മൾ കൊച്ചി വരെ പോകണം. അവിടെ ചെന്നിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ അവിടെ പോയിട്ട് ബാക്കി കാര്യം കാണിച്ചു തരാം ഗായ്സ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പജേറോ സെറ്റാക്കാൻ വന്നേക്കാണ്. നമ്മുടെ പജേറോ അസംബിൾ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ആരാന്ന്. മോനെ ഹായ് ഗായ്സ്, നമ്മുടെ സ്വന്തം കോപ്റ്റർ ബോയ് ആണ് നമ്മുടെ പജേറോ നമ്മൾ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞത്. സോ പുള്ളിയുടെ കാറും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട്. സോ ബ്രോ, നമ്മുടെ പജേറോ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പജേറോ ഈ ഒരു ബാഗിൽ ഇട്ടിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഫുൾ പാർട്സ് ആണ്. അപ്പോൾ നമ്മുടെ കോപ്റ്ററേട്ടൻ ഇത് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്. ഇതിൻ്റെ RC റിമോട്ടും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. അപ്പോൾ അതേ നമ്മുടെ മസ്താങ്ക് നമ്മൾ ഇരിക്കുന്നുണ്ട്. ഓ സീൻ ഐറ്റം. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ. സോ ഇത് ഞാൻ ഒഫീഷ്യലി ഞാൻ കൊടുത്തിരിക്കുകയാണ്. സോ ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ഒക്കെ ബ്രോ സെറ്റാക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഗൈസ്. അപ്പോൾ ഞാനിത് നമ്മുടെ ഇപ്പോൾ കാക്കനാട്ടാണുള്ളത്. അപ്പോൾ നമ്മുടെ RC മോട്ടോ വർക്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കോപ്റ്റർ പോലെ മോട്ടോ വർക്ക്സിൻ്റെ ഇതാണ് ഞാൻ കൊടുക്കാണ് സെറ്റാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എന്തെങ്കിലും RC ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനോ സർവീസ് ചെയ്യാനോ ഉണ്ടെങ്കിൽ നമ്മുടെ കോപ്റ്ററായിട്ട് പറഞ്ഞാൽ മതി. ഞാൻ താഴത്തെ നമ്പർ കൊടുത്തേക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാനായിട്ട് ഇതേ വീണ്ടും ഇവിടെ കൊച്ചിയിൽ തിരിയാണ്. സോ നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മൾ ബൈക്ക് വേണം വന്നിട്ടുണ്ട്. സോ ഇതേ പുള്ളിയുടെ പുതിയ കാർ എടുത്തിട്ട് ഇവിടെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നൈസ്. ആ പോണ വണ്ടിക്ക് റേറ്റ് എന്നൊക്കെ എന്ത് 1.5 ലക്ഷം രൂപയാണ്. 1,30,000 രൂപ സംതിങ് എന്തുണ്ട് ആ ഒരു ഐറ്റത്തിന്. എന്നോട് എടുക്കാൻ പറയുന്നുണ്ട് പുള്ളി. ഇതാണ് X-Maxൻ്റെ ഒരു മോൺസ്റ്റർ ട്രക്ക് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കോപ്റ്റർ ബൈ. സോ ഇത് X-Maxൻ്റെ ട്രാക്സസ് 1.5 അല്ലേ സ്കെയിൽ വരുന്നത്. 1/5 സ്കെയിൽ വരുന്നത്. ഇതിൻ്റെ എത്ര റേറ്റ് വരണേ? 1.3 ലാക്ക്. നൈസ്. വാവ്. പജേറോട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സോ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ മോനെ ഗൈസ്, ലെവൽ ഐറ്റം. വാവ്. ഇതാണ് നമ്മുടെ പജേറോ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ പോയി കാണിച്ചു തരാം. സോ ഇതേപോലത്തെ RC റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ അതേപോലെ തന്നെ വാങ്ങിക്കണമെങ്കിൽ ഒക്കെ അതെ നമ്മുടെ കോപ്റ്റർ പോലെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ ഫൈനലി നമ്മുടെ പജേറോ നമ്മുടെ കയ്യിലിരിക്കുകയാണ്. മോനെ ആ ബിൽഡ് ചെയ്തെടുത്തോ നോക്കി ഞങ്ങൾ. ഇത് വന്നപ്പോൾ കണ്ട പോലെ തന്നെ ഫുള്ള് പാർട്സൊക്കെ ആയിരുന്നു. സോ ഇതുപോലെ നമ്മൾ സെറ്റാക്കി എടുത്തത് നമ്മുടെ RC മോട്ടോഴ്സിൻ്റെ നമ്മുടെ കോപ്റ്റർ ബോയ് ആണ്. പുള്ളിയുടെ കയ്യിൽ കൊടുത്തപ്പോഴാണ് പുള്ളി സെറ്റാക്കി വന്നത്. നിങ്ങൾ നോക്കി അടിഭാഗത്തൊക്കെ വേണ്ട അടിപൊളി സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ ഉള്ളിലത്തെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ ഫ്രണ്ടിലൊരു ബമ്പർ ഉണ്ടായിരുന്നു. ഞാൻ ഊരി മാറ്റിയത് കാരണം വേറെ ഒന്നുമല്ല,
ലൈക്ക് ഈ ഒരു ഇതാണ് എനിക്ക് ഭയങ്കര ഭംഗി തോന്നിയത്. മറ്റേ ബമ്പറുള്ളപ്പോൾ ഒരു ഓഫ് റോഡ് വണ്ടിയുടെ ഒരു ലുക്കും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിൽ LED ബൾബ് കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാനും, പക്ഷേ ഞാനത് വെച്ചിട്ടില്ല. സോ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. എൻ്റെ മോനെ അത്യാവശ്യം വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വാവ് ഗൈസ്, പിന്നെ ഇതാണ് നമ്മുടെ ജിമ്നി എന്ന് പറയുന്നത്. സോ നമ്മുടെ ജിമ്മിയുടെ അടുത്ത് നമ്മുടെ പജേറോ വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇത്ര ഡിഫറൻസ് ഉണ്ട്, ഇത്രയും സൈസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഈ നമ്മുടെ ജിമ്നി എന്ന് പറയുന്നത് 1:24 സ്കെയിലോ അങ്ങനെ എന്തോ ആണ് നമ്മുടെ ജിമ്മിനി നോക്കുന്നത്. സോ എനിക്ക് ഇത് തോന്നുന്നത് ഒരു 1:16 സ്കെയിൽ ആ ഒരു സൈസ് വരും. പിന്നെ നമ്മുടെ ജിമ്നി എന്ന് പറയുന്നത് ഇത് ഫുൾ ഇങ്ങനെ ബിൽഡ് ചെയ്ത് ഓൾറെഡി വന്നതാണ്. ഇത് നമ്മൾ എക്സ്ട്രാ ബിൽഡ് ചെയ്തതാണ്. ഇതിൽ നമുക്ക് ഇഷ്ടംപോലെ അഡീഷണൽ ഓപ്ഷൻസ് വേണമെങ്കിൽ കൊടുക്കാം. ഇതിന് മോട്ടർ മാറ്റാം. ഇത് ഞാൻ നോർമൽ മോട്ടറും കാര്യങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. നോർമൽ ബാറ്ററിയാണ്. നമുക്ക് നല്ല പവർഫുൾ ആയിട്ട് ഇത് വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ 4 വീൽ ഡ്രൈവ് ആണ് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ സസ്പെൻഷൻ കൂട്ടാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ മറ്റേ കെട്ടി വലിക്കാനായിട്ട് ഒരു ഐറ്റം വയ്ക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ടയർ മാറ്റാം. സോ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത് അതുപോലെ ജസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തെടുത്തത് മാത്രം. വേറെ അഡീഷണൽ സാധനം ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല പൈസയും കാര്യങ്ങളൊക്കെ വരും. പുതിയ സാധനങ്ങളൊക്കെ നമ്മൾ പുറമേ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തേണ്ട ആവശ്യമൊക്കെ വരും. സോ എന്തായാലും നമ്മളിപ്പോൾ ഇങ്ങനെ തൽക്കാലത്തേക്ക് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. വണ്ടി ഓടാൻ പാകത്തിനാക്കിയിട്ടുണ്ട്. പിന്നെ ഈ റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ അഡീഷണൽ കാസും കാര്യങ്ങളൊക്കെ ഓടിക്കാൻ പറ്റും. ഇതിൻ്റെ ട്രാൻസ്മിറ്റർ നമുക്ക് ഊരി മാറ്റി അതിൽ വെക്കുകയാണെങ്കിൽ. സോ ഇതാണ് കാര്യങ്ങൾ. സോ നമുക്ക് എന്തായാലും ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ കാണിച്ചു തരാം. കളക്ഷൻസിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ് നമ്മുടെ ഈ ഒരു ജിമ്നി എന്ന് പറയുന്നത്. നല്ല കാണുന്ന പോലെ ഇല്ല, അത്യാവശ്യം നല്ല പവർഫുള്ളാണ് സംഭവം എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ ഈ റൈറ്റ് നമ്മൾ ഓടിക്കാൻ പോവാണ്. 4 വീൽ ഡ്രൈവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടില്ല. നമ്മൾ അതിന് പകരം ഇവിടെ നിന്ന് നമ്മൾ എടുക്കണം. കണ്ട ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണക്ട് ചെയ്യാനുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെയാണ് ചാർജർ വന്നിട്ടുണ്ട്. സോ എന്തായാലും നമുക്കിത് സെറ്റ് ആക്കിയിട്ട് ഞാൻ വരാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ബാറ്ററി നമ്മുടെ ഈ ഒരു കാറായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. സോ നമ്മുടെ റിമോട്ട് കൺട്രോൾ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഓൺ ആക്കിയ ശേഷം നമ്മൾ ഇത് ഇങ്ങനെ ആക്കുമ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇത് റിവേഴ്സിന് കുറച്ച് ഫാസ്റ്റ് കൂടുതലാണ്. വേറെ സീനൊന്നുമില്ല. നമുക്കിവിടെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇത് റിവേഴ്സും ഫ്രണ്ട് പോകണതും ബാക്ക് പോകണതും മാറിക്കെടുക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോഴായിരിക്കും നമ്മുടെ വണ്ടി ഫ്രണ്ട് പോയിട്ട് പോവുക. ഇങ്ങനെ ആക്കുമ്പോൾ വണ്ടി ബാക്കോട്ട് പോകും. അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. വേറെ സീനൊന്നുമില്ല ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സസ്പെൻഷൻ കാര്യങ്ങൾ കാണാൻ പറ്റും. നല്ല കിടിലൻ സസ്പെൻഷനാണ് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ സസ്പെൻഷൻ കുറവാണ്, ബാക്കിൽ സസ്പെൻഷൻ സീനാണ്. നോക്കിയേ, വാ ചാടി കളിക്കും ഗൈസ്. പിന്നെ ഇതിൻ്റെ ടയർ ഉണ്ടോ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇത് ഫ്രണ്ടോട്ട് പോകണം, ബാക്കോട്ട് പോകണം ഗൈസ്. പിന്നെ നമ്മുടെ പജേറോൻ്റെ ഡോറും കാര്യങ്ങളൊന്നും തുറക്കാൻ പറ്റില്ല, ഫിക്സഡ് ആണ്. ഇതിൻ്റെ ഈ ബോഡി ഫിക്സഡ് ആണ്. പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടയറും പിന്നെ മോട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ പെർഫോമൻസ് എന്തായാലും കാണിച്ചു തരാം നിങ്ങൾക്ക്. എനിക്ക് പറയാനുള്ളത് നമ്മുടെ റിമോട്ടിനെ കുറിച്ചാണ്. റിമോട്ടിൽ അത്യാവശ്യം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ കുറച്ച് ചാനൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉള്ളിൽ ബാറ്ററി ഒരു 4 ബാറ്ററി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ റിമോട്ടാണ് കേട്ടോ. ഞാൻ ഇത്ര വലിയ റിമോട്ട് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവനെ ഓടിച്ച് നോക്കാൻ പോവാണ്. ഇവൻ്റെ പവറും കാര്യങ്ങളും അധികം പവറും കാര്യങ്ങളൊന്നും ഇല്ല, നോർമൽ ഇതാണ്. പക്ഷേ അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും. സോ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ വണ്ടി ഓടിക്കാൻ പോവാണ്. സോ നമ്മൾ ആദ്യം ഇതിൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. സോ നമ്മുടെ വണ്ടി ഭയങ്കര സ്ലോ ആയിട്ടില്ല നമ്മുടെ വണ്ടി പോകുന്നത് ഫ്രണ്ടോട്ട്. പക്ഷേ ഇത് ബാക്കോട്ട് ആക്കുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് പോകും. ഭയങ്കര ഫാസ്റ്റിലാണ് വരുന്നത്. വാവ്. നമുക്ക് ഇതിൽ കാണുന്ന ഈ ഒരു ബട്ടൺ താഴ്ത്തിയായി കാണെങ്കിൽ നമ്മുടെ വണ്ടി ഫ്രണ്ടോട്ട് ഭയങ്കര ഫാസ്റ്റിൽ പോകും. ബാക്കോട്ട് അപ്പോൾ പതുക്കെ പോവും. ഭയങ്കര പതുക്കെ പോകുന്നത്. പക്ഷേ ഫ്രണ്ടോട്ട് വേണം ഭയങ്കര ഫാസ്റ്റിൽ പോകും. പക്ഷേ വണ്ടി നല്ല ലുക്കാണ് എന്ത് പറഞ്ഞാലും. നല്ല വിൻറ്റേജ് മോഡൽ പജേറോൻ്റെ. എൻ്റെ മോനെ അപ്പോൾ നമ്മൾ ഇവിടെ ഓടിച്ച് നോക്കാൻ പോവാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് റോഡ് ഒന്ന് ഓടിച്ച് നോക്കാം. പിന്നെ ഞാൻ പറയാനുള്ളത് ഇതിൻ്റെ ഈ കാണുന്ന മിറേഴ്സ് കാര്യങ്ങളൊന്നും അടച്ച് തുറക്കാൻ പറ്റില്ല. പിന്നെ ഈ കാണുന്ന നമ്മുടെ വൈപ്പേഴ്സും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ജസ്റ്റ് ഇപ്പോൾ ഫിക്സഡ് ആണ്. സോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവനെ ഇവിടെ വെച്ചിട്ടൊന്ന് ഓടിക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രണ്ടോട്ട് നല്ല ഫാസ്റ്റിലാണ് ഇട്ടക്കുന്നത്. അത്യാവശ്യം ഫാസ്റ്റിലൊക്കെ ഓടുന്നുണ്ട്. വാവ് നൈസ്. പക്ഷേ നമ്മുടെ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ മറ്റേ കുറച്ച് സ്പീഡിൽ ഇങ്ങനെ ഇല്ലേ, അത് വൈബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും ഈ ഐറ്റം. അപ്പോൾ നമ്മുടെ ക്യാമറ നമ്മുടെ വണ്ടിയുടെ മേലെ വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. സോ നമ്മുടെ വണ്ടിയുടെ മേലെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഓടിച്ച് നോക്കാം.
അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലുള്ള വ്യൂ നോക്കി ഞങ്ങൾ. എൻ്റെ മോനെ, ഈ ഒരു ആംഗിളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കൃത്യം ഒരു വലിയൊരു പജാറ ഇരിക്കുന്ന പോലെ തന്നെ ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇവനെയും കൊണ്ട് നമ്മൾ ഇനി ഓഫ് റോഡ് പോകാൻ പോവാണ്. നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ ഓഫ് റോഡ് കളിക്കാൻ പോവാണ്. വിഷയം. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മളിത് ഓഫ് റോഡിലേക്ക് ഇറക്കാൻ പോവാണ്. എൻ്റെ മോനെ, നമ്മുടെ വണ്ടി ഇതേ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലെ ഇപ്പോൾ ഇങ്ങനെ കയറാൻ പറ്റുന്നില്ല. ഓക്കെ, ഇങ്ങനെ കയറാൻ പറ്റാണ്ട് നിൽക്കുകയാണ്. സോ ഞാൻ ഇവിടുത്തെ ഇനി ഈ ചാനൽ മാറ്റാൻ പോവാണ്. ചാനൽ മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ കയറാൻ പറ്റും നോക്കാം. വണ്ടി നമ്മുടെ ചാനൽ മാറ്റിയ ശേഷം ഈ കാണുന്ന ഒരു ഹൈറ്റിക്ക് കയറാൻ പോവുക. അത്യാവശ്യം പിന്നെ ഹൈറ്റ് ഉണ്ട് നോക്കൂട്ടാ. അയ്യോ, ഓ സിമ്പിളായിട്ട് കയറിപ്പോയി. അയ്യോ, നമ്മുടെ വണ്ടി അടിപൊളിയായിട്ടാണ് സൈഡിൽ കൂടെ അങ്ങനെ കയറി പോണത്. മോനെ, വാവ്, നൈസ്. വണ്ടി ബാക്ക് എടുത്ത് വരുന്നൊക്കെ എൻ്റെ മോനെ. അപ്പോൾ ഇതാണ് നമ്മുടെ പജറോൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. സോ മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കാറൊക്കെ RC കാർക്ക് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തോളൂ.